ആലപ്പുഴ വിവാദ രക്ഷാപ്രവർത്തനത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അടിച്ചത് മനഃപൂർവ്വമല്ല എന്നും ചെയ്തത് ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണ് എന്നും സന്ദീപിന്റെ മൊഴി. ലാത്തി എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, എന്തായാലും മുൻകൂർ ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് ഈ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുക എന്നുള്ളതായിരിക്കും നയം. മാധു, നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം കൂടുതലായി പ്രതികൾ പറയുന്നുണ്ട്. പ്രതികളെ ഓരോരുത്തരെയും ഓരോന്നായിട്ടാണ് നിലവിൽ ചോദ്യം ചെയ്തത്. ആദ്യം ഈ കേസിലെ പ്രതി സന്ദീപിനെയാണ് ആദ്യം ചെയ്തത്. 9:45 5 പ്രതികളും ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് SIT SP ഷൗക്കത്തലിയുടെ മുൻപിൽ ഹാജരായത്. ഈ കേസിൽ നേരത്തെ ജാമ്യാപേക്ഷയിൽ പറയാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ലോക്കൽ പോലീസ് അവിടെ നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു എന്നാണ് സന്ദീപ് പറയുന്നത്. അതായത് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലേക്ക് എത്തുന്ന സമയത്ത് പ്രതിഷേധക്കാർ അവിടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം, അതായത് തങ്ങൾ പ്രതിരോധിച്ചില്ലായിരുന്നെങ്കിൽ, തങ്ങൾ ഈ പ്രതിഷേധക്കാരെ തല്ലിയില്ലായിരുന്നെങ്കിൽ, തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇവർ ഈ മുഖ്യമന്ത്രിയുടെ വാഹനം തടഞ്ഞേനെ, ആക്രമിച്ചേനെ എന്ന മൊഴിയാണ് ഇപ്പോൾ ഇതാ SITക്ക് മുൻപിൽ ഈ പ്രതി സന്ദീപ് നൽകുന്നത്. ഒപ്പം തന്നെ അവിടെ പോലീസ് ഉണ്ടായിരുന്നു, ലോക്കൽ പോലീസ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ലോക്കൽ പോലീസ് ഇവരെ നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു. തങ്ങൾ അതുകൊണ്ടാണ്, ലോക്കൽ പോലീസ് വെറുതെ കൈയും കെട്ടി നോക്കി നിന്നത് കൊണ്ടാണ് തങ്ങൾക്ക് ഈ വാഹന വ്യൂഹത്തിനിടയിൽ നിന്നും വാഹനത്തിൽ നിന്നും ഇറങ്ങേണ്ടി വന്നത്. ഒപ്പം തന്നെ സുപ്രധാനമായ ചോദ്യം ഈ കേസിൽ തെളിവായി നേരത്തെ തന്നെ കോടതിയിൽ സറണ്ടർ ചെയ്തിട്ടുള്ള ആയുധമായിട്ടുള്ള ലാത്തി പോലെയുള്ള ആ തടി അത് എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യമാണ് സന്ദീപിനോട് ചോദിച്ചത്. പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ല. പക്ഷേ ലാത്തി കയ്യിൽ കരുതാനുണ്ടായ കാരണം നവകേരള യാത്ര തുടങ്ങിയ കാസർഗോഡ് മുതൽ തന്നെ ഉടനീളം വലിയ പ്രതിഷേധങ്ങളുണ്ടായി. കണ്ണൂരൊക്കെ തന്നെ വലിയ പ്രതിഷേധമുണ്ടായി. അങ്ങനെ പല സ്ഥലത്തും പോലീസിന്റെ അഭാവം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഈ ലാത്തി കയ്യിൽ കരുതിയതെന്നാണ് പറയുന്നത്. പക്ഷേ ലാത്തി എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും മൊഴി നൽകിയിട്ടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം പോലീസ് സേനയിൽ ഉപയോഗിക്കാത്ത, പോലീസ് ക്യാമ്പിലില്ലാത്ത തരത്തിലുള്ള നീളമേറിയ വടിയാണ് ഉപയോഗിച്ചത്. മുളവടി പോലെയുള്ള ആയുധമാണ്. അത് എവിടെ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയെന്നത് ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. അതിൽ ഒന്നാം പ്രതി, അല്ലെങ്കിൽ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി സന്ദീപ് ഇപ്പോഴും അതിൽ മൗനം പാലിക്കുകയാണ്, മറുപടി നൽകിയിട്ടില്ല. സന്ദീപിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. ഇനി അടുത്തത് അനിൽ കല്ലിയൂരാണ്. ബാക്കി 3 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. അറസ്റ്റ് രേഖപ്പെടുത്തിയവർക്ക് ജാമ്യം നൽകും. 1 ലക്ഷം രൂപ നടത്തുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് ഗൺമാന്മാരുടെ ഇപ്പോൾ പോലീസിന് നൽകുന്ന മൊഴി. ലാത്തി എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്ന ചോദ്യത്തിന് പക്ഷേ ഉത്തരം നൽകിയിട്ടുമില്ല. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.